എന്തിനായിരുന്നു ഈ കൂട്ടക്കൊല എന്ന് ചോദിക്കുമ്പോൾ അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പെൺ സുഹൃത്തിനെയും അനുജനെയും ഒക്കെ അഫാൻ ഇങ്ങനെ ഏറ്റവും ക്രൂരമായി കൊലപ്പെടുത്തിയത് അവരെ രണ്ടുപേരെയുമാണ് എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ. ഇപ്പോൾ ഫർസാനയുടെ വീട്ടിൽ ആദിൽ പാലോടുണ്ട്. സംസ്കാര ചടങ്ങുകൾ എവിടെ വരെയായി എന്ന് നോക്കാം. ആദിൽ പാലോട്, സംസ്കാര ചടങ്ങുകൾക്ക് സമയമായോ? ചടങ്ങുകളാണ് നമ്മളിപ്പോൾ കാണുന്ന. ചടങ്ങുകൾ തുടങ്ങിയിട്ട് സംസ്കാര ചടങ്ങുകൾ കാട്ടുമുറാക്കൽ ജുമാ മസ്ജിദിലാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. നേരത്തെ മെഡിക്കൽ കോളേജിൽ നിന്ന് പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കിയ മൃതദേഹം വീട്ടിലേക്ക് എത്തിച്ചിരുന്നു. വെഞ്ഞാറമൂട് മുക്കന്നൂരിലെ വീട്ടിലേക്ക് എത്തിച്ച് അരമണിക്കൂറോളം അവിടെ പൊതുദർശനമുണ്ടായിരുന്നു. അതിനുശേഷം കാട്ടുമുറാക്കൽ മുസ്ലിം ജമാഅത്ത് ചിറയൻകീഴാണ് ഈ ഫർസാനയുടെ പിതാവ് സുനിലിൻ്റെ സ്വദേശം. അവിടെയാണ് ഖബറടക്കമുള്ള ചടങ്ങുകൾ നടക്കുന്നത്. അവിടേക്ക് എത്തിക്കുകയായിരുന്നു. ആംബുലൻസിൽ എത്തിച്ച മൃതദേഹം മയ്യിത്ത് നമസ്കാരം പൂർത്തിയാക്കി ഇപ്പോൾ ഖബറിലേക്ക് ഇറക്കി വയ്ക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. അല്പസമയത്തിനോട് തന്നെ സംസ്കാര ചടങ്ങുകൾ പൂർത്തിയാകും. വളരെ വൈകാരികമായൊരു നിമിഷമാണ് ഇത് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. കാരണം കഴിഞ്ഞ ദിവസം 3 മണിക്കും 4 മണിക്കും ഒക്കെ സജീവമായിരുന്ന ട്യൂഷൻ എടുക്കാൻ പോകുന്നു എന്ന് പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങിയ ആളാണ് ഫർസാന. അങ്ങനെ പിന്നീട് അഫാൻ്റെ കൂടെ വീട്ടിലേക്ക് പോവുകയും വീട്ടിൽ വെച്ച് ക്രൂരമായ കൊലപാതകത്തിനിരയാവുകയും ചെയ്തു എന്നതാണ് ഇപ്പോൾ നമ്മൾ കാണുന്നത്. പിന്നീട് മൃതദേഹം ഉടൻ തന്നെ ഗോകുലം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിരുന്നു ഇന്നലെ വൈകിട്ടോടെ തന്നെ. അതിനുശേഷം ഇന്ന് രാവിലെ 10 മണിയോടെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടത്തിനായി എത്തിച്ചു. പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി മുക്കന്നൂരിലെ വെഞ്ഞാറമൂട്ടിലെ വീട്ടിൽ പൊതുദർശനത്തിൽ എത്തിച്ചപ്പോൾ തന്നെ നാടൊന്നാകെ കണ്ണീരണിയുന്ന കാഴ്ചയാണ് കണ്ടത്. മിടുമിടുക്കിയായ ഒരു പെൺകുട്ടി MSc കെമിസ്ട്രിക്ക് പഠിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വളരെ അതിസാധാരണമായ ഒരു കുടുംബത്തിൽ നിന്നാണ് പഠിച്ചു വന്ന് ഒരു പ്രധാനപ്പെട്ട ഒരു കോഴ്സ് ചെയ്യുന്നു. ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥിയായി അടുത്തുള്ള വീടുകളിൽ ട്യൂഷൻ പഠിപ്പിക്കാൻ പോകുന്നൊരു പെൺകുട്ടിയായിരുന്നു ഫർസാനയുടെ ഖബറടക്കം നടക്കുന്ന സംസ്കാര ചടങ്ങുകൾ ഇപ്പോൾ ഫർസാനയുടെ സംസ്കാര ചടങ്ങുകളാണ് അവിടെ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ വിവരങ്ങളാണ് ആദിൽ പാലോട് പങ്കുവച്ചത്.